ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം വർക്കിന് ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് ആ ഒരു ദിവസത്തിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇതുപോലത്തുള്ള ഓർഡേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് 10 20 നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, 10 രൂപയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള ചുരിദാർ സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഇരട്ടിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു സെറ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ 300 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അതായത് പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അത്ര ടൗൺ ഏരിയ ഒന്നും അല്ലല്ലോ, ഉള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് ഒന്നും നമുക്ക് ഒരുപാട് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ അയൽവാസികളും അതുപോലെ തൊട്ടുള്ളവരൊക്കെ അല്ലേ തരുന്നത്. അതുകൊണ്ട് നമ്മൾ ചാർജ് ഒരുപാട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓർഡേഴ്സൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഓർഡേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്കും കൂടി ചെറുതായിട്ട് താങ്ങാൻ പറ്റുന്നത് പോലെ ചാർജ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് 10 രൂപയ്ക്കൊക്കെ 2-3 ദിവസമൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഓർഡേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓർഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഇതുപോലുള്ള വർക്ക് കിട്ടുമ്പോൾ നമ്മളത് മേടിച്ച് വയ്ക്കുക. കാരണം നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചിലവർ ഈ പറയുന്നത് പോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ സമയമില്ലെന്ന് കരുതിയിട്ട് ഇതുപോലുള്ള ഓർഡേഴ്സൊക്കെ മിസ് ചെയ്താൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഒരു ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ. കാരണം ഈ ഫസ്റ്റിൽ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയലൊക്കെ തന്നിട്ട് നമുക്ക് കുറേ ആയി. ഈ വർക്കിൻ്റെ തിരക്കും ബിസിയും കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ കുറച്ച് ഹെൽപ്ഫുൾ ആയതുകൊണ്ട്, അതായത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല, മെല്ലെ തന്നാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ നമ്മളിതൊന്ന് വൈകിച്ചത്. പിന്നെ ഇതിലുണ്ടല്ലോ ടോട്ടൽ 6 പീസാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ തരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കോട്ടൻ്റെ ലൈനിങ്ങും കൂടി സെറ്റാക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ മൊത്തം 6 ഉണ്ട് കേട്ടോ. അതിൽ 4 ഒരാൾക്കും ബാക്കി 2 വേറൊരാൾക്കും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മെഷർമെൻറ്റും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 വേറൊരാൾക്കാണ് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ നമുക്ക് ഒരു മെറ്റീരിയൽ വന്നിട്ട് കട്ട് ചെയ്തിട്ടും അതുപോലെ ഒരു മെറ്റീരിയൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ തന്നിരിക്കുന്നത്. ആൾ ആദ്യം ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കട്ട് ചെയ്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാനൊരു പേടി. കാരണം കട്ട് ചെയ്തു, ഇനിയിപ്പോൾ സ്റ്റിച്ചും കൂടി ചെയ്താൽ കൊളാവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ എൻ്റെ കയ്യിൽ തന്നതാണ് കേട്ടോ. അതുപോലെ വേറൊരു പുതിയ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം പെരുന്നാൾക്ക് ഇടാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പുതിയതായതുകൊണ്ട് ആൾക്ക് കട്ട് ചെയ്യാനൊരു പേടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. കാരണം പെരുന്നാൾക്കൊക്കെ ഇടാനാകുമ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് കൊളാക്കി പറഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. ആ ഒരു പേടി കൊണ്ടാണ് കേട്ടോ അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതിൽ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ കാണുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു കസ്റ്റമർ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നും ഈ തരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട്, അതായത് ഒരു പീസ് അല്ലാണ്ട് 2-3 പീസ് ഒരുമിച്ചാണ് കേട്ടോ തരാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെയൊക്കെ കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമുക്ക് റേറ്റിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് വീണ്ടും തരാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്ന മെറ്റീരിയലിൽ ചെറിയൊരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം മെഷർമെൻറ്റ് എടുത്തപ്പോൾ അതിൽ ആൾ കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ തുണി തികയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാതും നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതിൽ കൂടെ തന്നെ അത് ടോപ്പും പാൻറ്റും സെറ്റായിട്ട് തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കസ്റ്റമർ നമുക്ക് ലൈനിങ് ഇതിൽ കൂടെ തന്നെ അവർ തരികയാണെങ്കിൽ നമ്മൾ അതും കൂടി സെറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ എടുക്കും, നമ്മൾ പൈസ തരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ പൈസയും കൂടി നമ്മൾ ആഡ് ആക്കിയിട്ടാണ് അവൻ്റെ സ്റ്റിച്ചിങ് ചാർജ് മേടിക്കുക.
വീട്ടിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇതുപോലെ പുറത്തുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സമ്പാദിക്കാം. അല്ലെങ്കിൽ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ സ്വയം നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി പറ്റുമല്ലോ. കാരണം നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് പൈസ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് സ്വയം സ്റ്റിച്ച് ചെയ്യാൻ അറിയുമെങ്കിൽ അത്രയും പൈസ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതാ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇതാണ് അവർക്ക് പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നൊരു ഡ്രസ്സ് കേട്ടോ. മെറ്റീരിയൽ, അതായത് ഈ മെറ്റീരിയലിന് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് കേട്ടോ തോന്നുന്നത്. നമ്മൾ മെറ്റീരിയൽസൊക്കെ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതലും ക്വാളിറ്റിയിൽ പൈസ കുറവുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ മൈൻഡിലായിരിക്കും. കാരണം ഇപ്പോൾ ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സിനേക്കാളും കുറച്ച് ലാഭത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കമ്മിയായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ക്വാളിറ്റിയും കൂടി നോക്കണം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ കട്ട് ചെയ്തിട്ട് തന്ന മെറ്റീരിയൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് വീഡിയോ നമുക്കത് ചെയ്യാം കേട്ടോ. അതുപോലെ ലൈനിങ് വെക്കുന്ന ചുരിദാറിനൊരു റേറ്റും ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേറൊരു റേറ്റുമാണ് കേട്ടോ. അതിനേക്കാളും കുറച്ച് റേറ്റ് കമ്മിയായിരിക്കും ലൈനിങ് ഇല്ലാത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് തന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും കൂടിയിട്ടാണ് ഒരു റേറ്റ് പറയുന്നത്. അപ്പോൾ ആ കസ്റ്റമർ ഓൾറെഡി കട്ട് ചെയ്തിട്ട് തന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കമ്മിയാക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ചിങ് ചാർജ് ഇടാനായിട്ട്. അതുപോലെ കട്ട് ചെയ്യാൻ തന്ന മെറ്റീരിയൽ മാത്രം ചാർജ് മേടിക്കുമ്പോൾ അതുപോലെ കുറച്ച് കമ്മിയാക്കിയിട്ട് മേടിക്കുക കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട്. പിന്നെ ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത് തരുമോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കാം, പറ്റിയില്ലെങ്കിൽ നിനക്ക് തന്നെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. അതൊരു വിശ്വാസമാണ് കേട്ടോ അവർക്ക്. കാരണം അവർ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ്. കാരണം കട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് അവർക്കുണ്ടല്ലോ. അപ്പോൾ അവർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. സക്സസ് ആവാതായപ്പോഴാണ് നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ പരിശ്രമിക്കുക, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്നത് പോലെ നമുക്കത് പുതിയൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അവർക്ക് ചെറിയൊരു പേടി വന്നത് കേട്ടോ. കട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസ്ക്കും അതുപോലെ ചിലവ് പിടിച്ചതും സ്റ്റിച്ചിങ്ങിനായിരിക്കുമല്ലോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലും അതുപോലെ നമ്മുടെ എഫേർട്ടൊക്കെ കൂടുതൽ എടുക്കുന്നത് സ്റ്റിച്ചിങ്ങിനായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങിന് കുറച്ച് കൂടുതൽ ചാർജ് മേടിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. പിന്നെ ചിലവർ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും. കാരണം മെഷർമെൻറ്റ് എടുക്കാനും അളവെടുത്തിട്ട് കട്ട് ചെയ്യാനും ഉള്ളൊക്കെ ഒരു പേടിയുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ തോന്നലുകളാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഒക്കെ കട്ട് ചെയ്തിട്ട് പഠിക്കുക. പോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഓരോരുത്തരും പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 6 പീസാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കാണിച്ച 2 പീസിൽ ലൈനിങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പീസിൽ നമുക്ക് ലൈനിങ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 എണ്ണം വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് കൂടി നമ്മൾ ആഡ് ആക്കിയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മിസ്സാക്കാണ്ട് എല്ലാവരും കാണുക കേട്ടോ. പിന്നെ അതുപോലെ ആദ്യം തന്ന കസ്റ്റമറിന് എല്ലാം ഓപ്പൺ വെച്ചിട്ടുള്ള ടോപ്പായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് വന്ന കസ്റ്റമർ ഈ പറഞ്ഞതുപോലെ കട്ട് ചെയ്തിട്ട് തന്നത് അംബർല ചുരിദാറാണ് കേട്ടോ, അംബർല കുർത്തി. അപ്പോൾ അത് ഞാൻ അംബർല ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്യാൻ തന്നിരിക്കുന്നതും അംബർല ടൈപ്പാണ്. അത് ലൈനിങ് ഇല്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിനുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം വീഡിയോ കാണുന്നവരൊന്നും കമൻറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജവും ഉന്മേഷം തരുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.